ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതിയിൽ വെളിപ്പെടുത്തലിൽ SHO വിനോദിന്റെയും ഒപ്പം തന്നെ ഡിവൈഎസ്പി വി ബെന്നിയുടെയും പ്രതികരണം. കൂടുതലായി അവരെന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, അവരുടെ വിശദീകരണം എന്താണ് എന്നുള്ളത് കേൾക്കാം ഒരിക്കൽ കൂടി. തീർത്തും അടിസ്ഥാനരഹിതമായ 100% കളവായ ഒരു പരാതി. അതാണ് ആദ്യമേ പറയാനുള്ളത്. ഒരു അടിസ്ഥാനവും ഇല്ലാത്ത പരാതി. ഇങ്ങനെയൊരു സംഭവം ഒരു തരത്തിലും സംഭവിക്കാത്ത കാര്യം തന്നെയാണ്. അന്വേഷിക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ അന്വേഷണം നടത്തിയിരുന്ന ഇൻസ്പെക്ടർ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ള പരാതി പറയുകയും ആ കാര്യത്തിലും അന്വേഷണം നടത്തിയ സമയത്ത് കളവായ പരാതി എന്ന് ബോധ്യപ്പെടുകയും ഞാൻ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം. ഞാൻ ഈ കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിന് പുറമെ അന്നത്തെ SP സാറ് അത് സ്പെഷ്യൽ ബ്രാഞ്ച് DVSPയെ കൊണ്ട് വീണ്ടും അന്വേഷണം നടത്താൻ വേണ്ടി കൊടുക്കുകയും സ്പെഷ്യൽ ബ്രാഞ്ച് DVSPയും അന്വേഷണം നടത്തി കളവാണെന്ന് ബോധ്യപ്പെട്ട് പരാതി അവിടെ SPക്ക് കൊടുക്കുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സംഗതി മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട സംഗതിയിൽ ഞാൻ ഇടപെട്ടിരിക്കുന്ന സംഗതി. അല്ലാതെ ഈ സ്ത്രീയെ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഞാൻ മരമുറി കേസ് ഉണ്ടാകുന്നത് ആ സമയത്ത് അതിന്റെ അന്വേഷണം ഞാനായിരുന്നു നടത്തിയിരുന്നത്. തുടർന്ന് അവിടുന്ന് ട്രാൻസ്ഫർ ആയി തിരൂർ വന്നപ്പോഴും തിരൂരിൽ നിന്ന് താനൂർ പോയപ്പോഴും പോലീസ് അംഗങ്ങളുടെ പേഴ്സണൽ ചാറ്റുകളിലും മറ്റും എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ സത്യസന്ധമായാണ് മുട്ടിൽമുറി കേസ് ബെന്നി സാറ് അന്വേഷിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും വിവരങ്ങൾ നൽകാം. ആദ്യം സമീർ ബിൻ കരീമിലേക്കാണ്. സമീർ, SHO വിനോദ് ആരോപണം പൂർണ്ണമായും തള്ളുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ചില സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പരാതി, വീട്ടമ്മയുടെ പരാതി, തൻ്റെ നിർദ്ദേശപ്രകാരം FIR ഇട്ടു, കേസ് ഒത്തുതീർപ്പാക്കാൻ വീട്ടമ്മ ശ്രമിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനോദ് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ഒരു ആരോപണത്തെ വെളിപ്പെടുത്തലിനെ വിനോദ് വിശദീകരിക്കുന്നത്? അതിനുള്ള മറുപടി വിനോദിൻ്റേത് എങ്ങനെയാണ് സമീർ? റീജിത്ത്, വിനോദ് ആദ്യം തന്നെ പറയുന്നത് പോലീസ് സ്റ്റേഷന് പുറത്തു നിന്ന് ഈ പരാതിക്കാരിയെ ഒരു ഘട്ടത്തിൽ പോലും താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല. നേരത്തെ DYSPയും സ്പെഷ്യൽ ബ്രാഞ്ചും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ച സമയത്ത് അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടതാണ്. നിലവിൽ വിനോദ് വ്യക്തമാക്കുന്നത് നേരത്തെ അദ്ദേഹം പൊന്നാനി സ്റ്റേഷനിലായിരുന്ന സമയത്ത് ഈ പരാതിക്കാരി അവരെ അല്ലെങ്കിൽ മാനഹാനി വരുത്തി എന്നുള്ള ഒരു പരാതിയുമായി ഈ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്താനിരിക്കെ ഈ പോലീസിന് ഒരു അനോണിമസ് കോൾ വരികയാണ്. വിനോദ് എന്ന് പറയുന്ന CIക്ക് ഈ സ്ത്രീയെ, ഇവരുടെ പരാതി ശ്രദ്ധിക്കണം, ഇവർ ഇത്തരത്തിൽ വ്യാജ പരാതികൾ നൽകി പണം വാങ്ങി സെറ്റിൽമെന്റ് നടത്തുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്നുള്ള ഒരു വിവരം ഈ CI വിനോദിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിനോദ് ഈ പോലീസ് സ്റ്റേഷനിൽ നിർദ്ദേശം നൽകുകയാണ്. ഇവരുമായി വരുന്ന എല്ലാ പരാതികളിലും കേസ് ആദ്യഘട്ടത്തിൽ തന്നെ കേസ് എടുക്കണം, മറ്റൊരു ചർച്ചയിലേക്ക് പോകരുത് എന്ന് വിനോദ് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. അതിന് പിന്നാലെ മറ്റൊരു പരാതിയുമായി ഇവർ വന്ന സമയത്ത് ഇവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം കേസ് എടുത്ത് തുടങ്ങിയതിനു ശേഷം ഈ പരാതിക്കാർ പിന്നീട് ഒരു പരാതിയുമായി സ്റ്റേഷനിലോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ CI വിനോദ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് പൊന്നാനി സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന, നിലവിൽ താനൂർ കസ്റ്റഡി ഭരണ കേസിൽ നടപടി നേരിട്ട SI കൃഷ്ണലാൽ അന്ന് പൊന്നാനി സ്റ്റേഷനിലായിരുന്നു. ആ SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു നിലവിലെ ഈ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ എന്നും ഈ വിനോദ് വളരെ കൃത്യമായി തന്നെ വെളിപ്പെടുത്തുന്നു. പിന്നീട് ഈ CIയുടെ ഈ കൃഷ്ണലാലിനെതിരെ ചില പരാതികൾ പൊന്നാനി സ്റ്റേഷനിൽ ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ CI എന്ന നിലയ്ക്ക് വിനോദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SI കൃഷ്ണലാലിനെ ഇവിടെ നിന്നും താനൂർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റുന്നു. അതിന് പിന്നീടാണ് താനൂർ കസ്റ്റഡി മരണ കേസും ഈ ഒപ്പം തന്നെ നടപടിയും എല്ലാം തന്നെ SI കൃഷ്ണലാലിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷം ഈ വളരെ കൃത്യമായി ഈ വിനോദിനെതിരെ സ്ത്രീ പരാതി നൽകുന്നു. ആ പരാതി DYSP അന്വേഷിക്കുന്നു. അതിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കുന്നു. അതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിക്കുന്നു. അതിലും കഴമ്പില്ലെന്ന് മനസ്സിലാക്കുന്നു. പിന്നീടാണ് ജില്ലാ പോലീസ് മേധാവിക്കും ഇവർ പരാതിയുമായി പോകുന്നത് എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യാജ പരാതി നിരന്തരമായി നൽകി സെറ്റിൽമെന്റ് നടത്തുന്ന ഒരു സ്ത്രീ നിലവിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു പരാതി നൽകുന്നു എന്നുള്ളതാണ് ഈ വിനോദ് പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SI കൃഷ്ണലാലിന്റെ നടപടി നേരിട്ട് SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഇവർ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ DYSP വി ബെന്നിയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി നിലവിൽ വന്നതെന്നും ഈ CI
വിനോദ് വ്യക്തമാക്കുന്നു. ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഈ വാർത്ത നൽകിയവർക്കെതിരെ ശക്തമായ നടപടി നേരിട്ടും. ഇതൊരു വ്യാജ പരാതിയാണ്. ശക്തമായ നിയമ നടപടി നേരിടും. എല്ലാ തരത്തിലുള്ള നിയമ നടപടി നേരിടും. അതിന് പോലീസിൽ നിന്ന് തനിക്ക് ശക്തമായ പിന്തുണയുണ്ട് എന്നും ഈ CI വിനോദ് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയാണ്. ശരി, അടിസ്ഥാനരഹിതമായ ആരോപണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് SHO വിനോദിന്റെ വിശദീകരണം. സമീർ C മുഹമ്മദ് കൂടി കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. DYSP VV ബെന്നി എന്താണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്, അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ. സമീർ, മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ശാസ്ത്രീയമായ പരിശോധനയും ശാസ്ത്രീയമായ അന്വേഷണവും ഒക്കെ ആ കേസിൽ നടന്നു. അതിലെ ആരോപണ വിധേയരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുണ്ട് DYSP VV ബെന്നി. ഇതിനൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സമീർ? രജിത്ത്, ഈ കീഴുദ്യോഗസ്ഥനെതിരായിട്ടുള്ള പരാതി തനിക്ക് 2022 കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ചെയ്തു. ആ അന്വേഷണത്തിന് ഒടുവിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തുകയും ആ റിപ്പോർട്ട് SP-ക്ക് സമർപ്പിക്കുകയും ചെയ്തു. കൂടാതെ SP സ്പെഷ്യൽ ബ്രാഞ്ചിനെയും ഏൽപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിച്ചു. ആ ഘട്ടത്തിലൊന്നും തനിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോഴാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായും അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ആ സംശയത്തിന്റെ പശ്ചാത്തലം എത്തുന്നത് മുട്ടിൽ മരമുറി കേസിലേക്കാണ്. ഇപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനവും അതിന്റെ ഉടമകൾക്കും ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മുട്ടിൽ മരമുറി കേസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപൂർവമായി നടന്ന ഒരു അന്വേഷണമാണ്. അത് പ്രധാനമായും മരങ്ങളുടെ DNA പരിശോധിച്ചുകൊണ്ട് അതിന്റെ കാലപ്പഴക്കവും അതുപോലെ അതിന്റെ വിലയും ഒക്കെ നിശ്ചയിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു പരിശോധന. ആ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയതും അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP VV ബെന്നിയാണ്. സ്വാഭാവികമായും ഇത്തരമൊരു സംഭവവും അതുപോലെ തന്നെ ഈ സമീപകാലത്തെ ഏറ്റവും വലിയ വനംകൊള്ള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തനിക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും അതിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് തന്നെ സമ്മർദ്ദത്തിലാക്കാനോ മാറ്റാനോ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ വരുന്ന ഈ വാർത്ത എന്ന കാര്യവും അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ക്രിമിനൽ കേസായും സിവിൽ കേസായും താൻ മുന്നോട്ട് പോകും എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സത്യസന്ധമായി കേസ് അന്വേഷിക്കുന്നവരെ ഇത്തരത്തിൽ വരുതിയിലാക്കാനോ വരുതിയിലാക്കാത്തവരെ ഈ വിധത്തിൽ തേജോവധം ചെയ്യാനോ ഉള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യില്ല, നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ DGP-ക്കും പരാതി നൽകും. തുടർന്ന് കോടതി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തനിക്കെതിരെ ഉള്ളത് ഈ വിധത്തിലുള്ള ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളാണ്. അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് VV ബെന്നി ഉറപ്പിച്ചു പറയുന്നുണ്ട്. ശ്രീജിത്ത്, ശരി, വ്യക്തിവൈരാഗ്യത്തിന്റെ ഭാഗമായി ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം എന്നാണ് DYSP VV ബെന്നി അതിന് മറുപടി നൽകുന്നത്, അതിനെ വിശദീകരിക്കുന്നത്. സമീർ C മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.